അത് അന്നത്തെ കാലത്ത് ചിലപ്പോൾ ഈസി ആയിരുന്നിരിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ അന്നത്തെ ആരോഗ്യനില അങ്ങനെയായിരുന്നു. നമുക്ക് അന്ന് വണ്ടിയുണ്ടോ, മുറ്റം അടിക്കാൻ ആരെങ്കിലും ഉണ്ടോ, അമ്മിക്കല്ലൊരു മിക്സി ഉണ്ടോ, ഒരു സംവിധാനമില്ല. എല്ലാം മാനുവലി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകളുടെ മസ്കുലിൻ കപ്പാസിറ്റി ഒക്കെ അതേപോലെ കൂടിയിട്ടുണ്ടായിരുന്നിരിക്കണം. അതുപോലെ ഇല്ല ഇന്നത്തെ സാഹചര്യം. ഇന്ന് ജനിച്ച് വീഴുമ്പോൾ മുതൽ നമ്മൾ ഒരു മെഷീനിലാണ്. നമുക്ക് ഒന്നിനുള്ള ആരോഗ്യമില്ല. പ്രസവിച്ച ഒരാളെന്ന നിലയ്ക്ക് പ്രസവം ഈസിയാന്നുള്ളൊരു കാര്യം പറയാനേ പാടില്ല. ഞാൻ പേടിച്ച് പ്രസവം നിർത്തിക്കളഞ്ഞാളാണ് സീരിയസ്ലി. കാരണം എന്റെ സിസേറിയൻ ആയിരുന്നു. ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിരുന്നു. നല്ല സൗകര്യങ്ങളിലും ഒക്കെയാണ് പ്രസവിച്ചത്. പക്ഷെ ഈ പ്രസവം കഴിഞ്ഞിട്ട് നമ്മുടെ സിസേറിയൻ കഴിയുമ്പോൾ ഉള്ള വേദനയില്ലേ, ആ വേദന എന്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ പ്രസവിച്ച് കഴിയുമ്പോൾ മറക്കുമെന്ന് പറയും. എനിക്ക് ഇപ്പോഴും ആ വേദന. എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെയാണ് ശ്വാസം വിട്ടുകൊണ്ടിരുന്നത്. പിറ്റേ ദിവസം ഡോക്ടർ വന്ന് നടത്തിക്കും നമ്മളെ. അതൊക്കെ ഇങ്ങനെ ഈ എന്താ പറയുക, തത്വചിന്ത പറയുന്നവർക്ക് ഇതൊക്കെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ദൈവത്തെ തൊട്ട് കൂടെ സഹജീവികളെ മനുഷ്യനായിട്ട് കാണാൻ പഠിക്കുക. പണ്ടെന്നോ കേട്ട കഥ, അരിയിടിക്കാൻ പോയ കഥ കേട്ട് ഇപ്പോഴും അരിയിടിക്കാൻ അവരുടെ വീട്ടിലുണ്ടാവും. അരിയിടിക്കുന്ന സംവിധാനം അവരുടെ വീട്ടിലുണ്ടാവും. അതായത് അമ്മിക്കല്ലിൽ അരയ്ക്കുന്ന ആൾക്കാരെ ഇതൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ എന്നാണ്. ഇതിന്റെ പൊല്യൂഷൻ ഇല്ലാത്ത അന്തരീക്ഷം, മായമില്ലാത്ത ഭക്ഷണം, ഇതൊക്കെ കഴിച്ചൊരു തലമുറയും നമ്മളെയായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. എന്തൊരു വിഡ്ഢിത്തമാണത്. അത്രയും മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ശരി.